പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. അപ്പം നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും വാർത്തകളും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 2 പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ സബ് ഇൻസ്പെക്ടർ മെയിൻസിൻ്റെതും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിൻ്റെതും. അപ്പോൾ ഒരു കട്ട് ഓഫിൻ്റെ ഒരു റേഞ്ച് വരാൻ സാധ്യതയുള്ള മാർക്കും നമ്മുടെ പോള് അതുപോലെ തന്നെ തൊഴിൽ വാർത്ത തൊഴിൽ വീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന കട്ട് ഓഫിൻ്റെ ആ ഒരു സ്കെയിലും കൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് തന്നെ പോകാം. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ സബ് ഇൻസ്പെക്ടറിൻ്റെ കേസ് ഒന്ന് നോക്കാം. സബ് ഇൻസ്പെക്ടറിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ചെയ്തിട്ടുള്ള പോള് ഇതിൽ ഏകദേശം 16,000 പേരടുപ്പിച്ച് ഈ ഒരു പോളിൽ പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു മാർക്ക് റേഞ്ച് നോക്കിയാൽ മനസ്സിലാവും. സബ് ഇൻസ്പെക്ടറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 30-40 റേഞ്ചാണ് കേട്ടോ. 30-40 റേഞ്ചാണ് സബ് ഇൻസ്പെക്ടറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ അതിന് താഴെ എന്ന് പറയുമ്പോൾ 17% പേർക്കാണ് 30-40 റേഞ്ച് ഉള്ളത്. ഈ ഒരു 15% പേർക്ക് 40-50 റേഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഏകദേശം ഒരു മാർക്കിന്റെ ഒരു കാര്യത്തിൽ നമുക്കൊരു ആവറേജ് ഐഡിയ നമുക്കിവിടെ മനസ്സിലായി കാണും അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ഈ ഒരു മാർക്ക് റേഞ്ച് നമ്മുടെ തൊഴിൽ മാധ്യമങ്ങൾക്കകത്ത് വന്നിട്ടുള്ള വാർത്തയുമായിട്ട് വെച്ചൊന്ന് നമുക്ക് റിലേറ്റ് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന നമ്മുടെ തൊഴിൽ വീതിക്കകത്ത് വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള മാർക്കിന്റെ പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുള്ളത് 41 മുതൽ 47 വരെ മാർക്കാണ് കേട്ടോ. 41-47 അല്ലേ. അപ്പൊ ഇതേ ഒരു റേഞ്ചാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നത്. കണ്ടല്ലോ, 40-50 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലായിരിക്കും മിക്കവാറും. 45 അല്ലെങ്കിൽ എന്താണ് ഒരു 45 അല്ലെങ്കിൽ 40-ന് മേലെ ആയിരിക്കും മിക്കവാറും കട്ട് ഓഫ് ഒക്കെ വരാനുള്ള സാധ്യതയുള്ളത്. പിന്നെ ഫിസിക്കൽ ടെസ്റ്റും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് റേഞ്ചിലോട്ട് വേണമെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും സബ് ഇൻസ്പെക്ടർ മെയിൻസിന്റെ ആ ഒരു മാർക്ക് നമ്മുടെ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ളത് 41-47 ആണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതൊന്നും ശരിയായിരിക്കണമെന്നില്ല, ഇതൊന്നും എക്സാക്ട് ഇവരൊന്നും അല്ല കട്ട് ഓഫും കാര്യങ്ങളൊന്നും പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കട്ട് ഓഫ് പ്രൊഡിക്ഷൻ ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു മാർക്കിന്റെ ആവറേജ് മാർക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരു നല്ലൊരു സാമാന്യത്തിൽ കൂടുതൽ മാർക്ക് ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിലേക്ക് കൂടി നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഫിസിക്കൽ ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തെ സമയമൊക്കെ നമുക്ക് കാണത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഓണത്തിന്റെ ഈ ഒരു അവധിയും അത് കഴിഞ്ഞാലുള്ള സെപ്റ്റംബർ മാസം തൊട്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്കൽ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തുടങ്ങുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പ്രസന്റ് ഓഫീസറിന്റെ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുക, ഫിസിക്കൽ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷയുടെ കാര്യം, ഈ ഒരു പരീക്ഷയുടെ കാര്യത്തിലെ മാർക്കിനകത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 18,000 പേരാണ് നമ്മുടെ ഈ ഒരു പോൾ ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 40-50 മാർക്കാണ് കേട്ടോ. ഏകദേശം 19% പേരാണ് എന്ത് ചെയ്യുന്നത്, 40-50% മാർക്കിനകത്ത് വന്നിട്ടുള്ളത് ഏകദേശം 19% ആൾക്കാരാണ്. പിന്നെ ബാക്കിയൊക്കെ 12-10 ഒക്കെയാണ്. അതൊക്കെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ 30-40-50-60 ആ ഒരു റേഞ്ചാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 40-50 റേഞ്ചാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഒരു 45 അല്ലെങ്കിൽ 40-ന് മേലെ മാർക്ക് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഇത് നമ്മുടെ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ഒരു ക്ലിപ്പിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് അവർ 55-60 ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 55-60 പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇത് തൊഴിൽ വാർത്തയ്ക്കകത്ത് കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ ഇതേ സാധനം തൊഴിൽ വീതിയിലോട്ട് വന്നപ്പോഴത്തേക്കും അവരുടെ കട്ട് ഓഫ് 42-48 ആണ് അല്ലേ. അപ്പോൾ രണ്ടും തമ്മിൽ ആനയും ആട്ടുംകുട്ടിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് അല്ലേ. കാര്യം ഒരാൾ 55-60 പറയുന്നു, മറ്റേ ആൾ 42-48 പറയുന്നു. ഈ പറയുന്ന യാതൊരു കട്ട് ഓഫും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സമാനത്തിന് ഏറ്റവും നല്ലത്. നമുക്കൊരു യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ഒരു ആവറേജ് നമ്മുടെ ഒരു പോൾ അടിസ്ഥാനത്തിൽ നമുക്ക് ഏകദേശം ഒരു ആവറേജ് കട്ട് ഒരു ആവറേജ് മാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിട്ടേൺ ടെസ്റ്റ് മാത്രമുള്ളതാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം വിട്ടേക്കുക. ബാക്കിയുള്ളത് നമുക്കിനി ഫിസിക്കൽ അല്ലെങ്കിൽ ബാക്കിയുള്ളത് നമുക്കിനി റിസൾട്ട് വരുമ്പോൾ നോക്കാം. ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ആവറേജ് മാർക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് സാമാന്യ മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിൻ്റെയൊക്കെ പരീക്ഷയുടെ കേസ് വരുമ്പോഴത്തേക്കും ഇതാണ്. ഞാൻ ഒന്നും കൂടി ആ പോൾ കാണിച്ചു തരാൻ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സബ് ഇൻസ്പെക്ടറിൻ്റെ കാര്യമാണ്. സബ് ഇൻസ്പെക്ടറിന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് 30-40 റേഞ്ചാണ്. എന്നാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലേക്ക് വരുമ്പോഴത്തേക്കും അത് 40-50 റേഞ്ചിലോട്ട് മാറുന്നുണ്ട് കേട്ടോ. സബ് ഇൻസ്പെക്ടർ പരീക്ഷ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സാമാന്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള പരീക്ഷയായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് തന്നെ കിടക്കാം. ഇത് നമ്മുടെ ബാക്കിയുള്ള PSC വാർത്തകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ക്യാഷർ അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ് പരീക്ഷയിൽ നിന്ന് 29 ചോദ്യങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് കോപ്പി അടിച്ചതായിട്ട് പരാതിയുണ്ട്. ഇത് കോമഡിയാണ് കേട്ടോ. കാര്യം നമ്മുടെ MPDയുടെ പരീക്ഷയുടെ കാര്യത്തിലും അതുപോലുള്ള പല പരീക്ഷകളിലും ഇതുപോലെ സെയിം ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് തന്നെ
ഒരുപാട് ചോദ്യങ്ങൾ കോപ്പി അടിക്കുന്ന ഒരു രീതി ഇപ്പോൾ കേരള PSC വന്നിട്ടുണ്ട്. അങ്ങനെ PSC മാത്രം കോപ്പി അടിച്ചാൽ മതിയോ? പിള്ളേർക്കും കോപ്പി അടിക്കണ്ടേ? കണ്ടല്ലോ, ഒടുക്കമില്ലാത്ത പരീക്ഷാ തട്ടിപ്പ്, എങ്ങുമെത്താത്ത അന്വേഷണം. ഓഗസ്റ്റ് 20 നടന്നിട്ടുണ്ടായിരുന്ന VSSCയുടെ പരീക്ഷ റദ്ദാക്കിയിട്ടുണ്ട്. ഇത് 2018 PSCയുടെ പരീക്ഷാ തട്ടിപ്പിന് സമാനമാണ് എന്നാണ് ഇതിനകത്ത് വാർത്തയൊക്കെ വന്നിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ PSCക്ക് കോപ്പി അടിക്കാമെങ്കിൽ പിന്നെ നമുക്കും കോപ്പി അടിക്കാമല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും ഇതൊന്നും അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ LGS സെക്രട്ടറി അല്ലേ, നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി പോലുള്ള തസ്തികകളൊക്കെ വരാനായിട്ട് അല്ലെങ്കിൽ കാണാതായിട്ട് ഏകദേശം 13 വർഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ BDO, മുനിസിപ്പൽ സെക്രട്ടറി പോലുള്ള പരീക്ഷ കാണാതായിട്ട് 8 വർഷമായിട്ടുണ്ട്. ലുക്കൗട്ട് നോട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തൊഴിൽ വാർത്തയ്ക്കകത്ത് ഈ ഒരു വാർത്ത പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒഴിവുകൾ അറിയിക്കുന്നില്ലെന്നാണ് കേരള PSCയുടെ വാദം. എന്തായാലും അടുത്ത വർഷം തന്നെ നമ്മുടെ ഈ ഒരു പഞ്ചായത്ത് സെക്രട്ടറി പോലുള്ള തസ്തികയിലേക്കുള്ള പരീക്ഷ വരാനുള്ള സാധ്യതയുണ്ട്. നല്ല പോസ്റ്റാണ്. നമ്മുടെ കേരളത്തിലുള്ള എന്താ പറയുക, ഡിഗ്രി ലെവൽ പരീക്ഷകളിലേക്ക് ഒരു ഹൈ റേഞ്ച് പരീക്ഷ തന്നെയാണ് ഈ ഒരു പഞ്ചായത്ത് സെക്രട്ടറി, LGS സെക്രട്ടറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തിനായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഗ്രി ലെവലിലേക്കൊക്കെ താല്പര്യമുള്ളവരൊന്ന് പഠിച്ചു തുടങ്ങുക. നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പം തുടങ്ങാതിരിക്കാതെ കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങുക. അതായിരിക്കും നിങ്ങളുടെ പരീക്ഷയ്ക്ക് അപ്രോച്ച് ചെയ്യുന്നതിൽ കുറച്ച് നല്ലൊരു രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിലേക്ക് 124 NJD ഒഴിവുകൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. 6 ജില്ലയിലേക്കുള്ള നിയമന ശുപാർശകൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്ത് വിവിധ ജില്ലകളിലേക്കായിട്ട് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് 17, മലപ്പുറത്ത് 22, അതുപോലെ തന്നെ എറണാകുളത്ത് 4, തൃശ്ശൂർ 16, പത്തനംതിട്ട 1, അതുപോലെ തന്നെ കാസർഗോഡ് 18, ഇടുക്കി 12, അങ്ങനെ ആകെ മൊത്തത്തിൽ 124 ഒഴിവുകളാണ് സിവിൽ പോലീസ് ഓഫീസറിന്റെ NJD ഒഴിവുകളായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡയറ്റ് ലെക്ചറിന്റെ 3682 അപേക്ഷകളാണ് നിരസിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കൺഫർമേഷൻ കൊടുക്കാത്തതിന്റെ പേരിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഇതും വന്നിട്ടുള്ളത്. അപ്പോൾ പരീക്ഷ അപ്ലൈ ചെയ്തു എന്നുള്ളത് മാത്രം കാര്യമല്ല. ഇപ്പം വന്നിട്ടുള്ളത് ഫയർമാൻ വന്നിട്ടുണ്ട്, ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരുണ്ട്. ഫയർമാൻ വന്നിട്ടുണ്ട്, ഇപ്പോൾ അപ്ലൈ ചെയ്തവർ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കൺഫർമേഷൻ വരാനുള്ള സമയത്ത് കൺഫർമേഷൻ കൊടുത്ത് കാണത്തില്ല. ആ ഒരു രീതിയിലോട്ട് മാറുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അപേക്ഷകൾ നിരസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി പോകുന്നുണ്ട്. അപ്പോൾ അപേക്ഷ അല്ലെങ്കിൽ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. കൺഫർമേഷൻ വേണ്ട രീതിയിൽ തന്നെ കൊടുക്കാനായിട്ട് കൂടി ശ്രമിക്കാം. അതുപോലെ തന്നെ യോഗ്യതകൾ ചേർക്കാനായിട്ട് പ്രൊഫൈൽ വഴി ഇനി മുതൽ അപേക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. നിയമന ശുപാർശകളും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഫൈൽ വഴി വന്നു ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇനി നമ്മുടെ വൺ ടൈം പ്രൊഫൈലിൽ കൂടി ആയിരിക്കും കാര്യങ്ങൾ PSCയിൽ മാനേജ് ചെയ്യുന്നത്. തപാൽ, ഇമെയിൽ അപേക്ഷകൾ ഇനി മുതൽ പരിഗണിക്കില്ല. എല്ലാ കാര്യങ്ങളും ഇനി മുതൽ നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ സ്വന്തം പ്രൊഫൈലിൽ കൂടി നമുക്ക് തന്നെ എന്ത് ചെയ്യാം, അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ നവംബറിൽ 132 പരീക്ഷകൾ വരാനായിട്ട് പോകുന്നുണ്ട്. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ, അതുപോലെ തന്നെ മോട്ടോർ മെക്കാനിക്, ഫോറസ്റ്റ് ബോട്ട് ഡ്രൈവർ, സ്റ്റാഫ് നേഴ്സ്, സെയിൽസ് അസിസ്റ്റന്റ് പോലുള്ള ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്. കോമൺ പ്രിലിമിനറി 2ഉം 3ഉം ഘട്ടം നവംബർ 11 അതുപോലെ തന്നെ 25 നടക്കുന്നതെന്നാണെന്ന് പറയുന്നത്. ഒക്ടോബറിനാണ് എന്ത് ചെയ്യുന്നത്, ഒക്ടോബർ 15 കോമൺ പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് നടക്കുന്നുണ്ട്. കോമൺ പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസ് നടക്കാനായിട്ട് പോകുന്നത് നവംബർ 11 നവംബർ 25 കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ 11 തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റുകൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 3 തസ്തികയിലേക്കുള്ള സാധ്യതാ ലിസ്റ്റുകൾ, ഒരു തസ്തികയുടെ റാങ്ക് ലിസ്റ്റുകളോട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ ലിസ്റ്റിലേക്ക് 10,683 പേരാണ് വന്നിട്ടുള്ളത്. പ്രസന്റ് ഓഫീസറിലേക്ക് 8,023 പേരും, ഫീമെയിൽ പ്രസന്റ് ഓഫീസറിലേക്ക് 2,021 പേര്, അങ്ങനെ ആകെ മൊത്തത്തിൽ 10,684 പേരുടെ പ്രസന്റ് ഓഫീസർ ലിസ്റ്റാണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. LGS മലപ്പുറത്തിലേക്ക് 15 പേർക്ക് കൂടി നിയമന ശുപാർശ പോയിട്ടുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് 92 ഒഴിവുകൾ വന്നിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് ഇക്കൊല്ലം ഉണ്ടാവുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ KSCBയിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറിലേക്ക് 10 പേർക്ക് കൂടി നിയമന ശുപാർശ പോയിട്ടുണ്ട്. ഈ ആഴ്ച വന്നിട്ടുള്ള PSCയുടെ അഡ്വൈസ് അപ്ഡേറ്റുകൾ ഇത്രയുമാണ്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ കേരള PSCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു ആഴ്ചത്തെ വാർത്തയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് എന്തെങ്കിലും മെസ്സേജൊക്കെ ഇടാവുന്നതാണ്. ഞാൻ പറയുന്ന പോലെ തന്നെ ഒരുപാട് മെസ്സേജുകൾ വന്ന് നടക്കുന്നതുകൊണ്ടാണ് ഒരു റഷ് ആവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിലേക്ക് കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.